തുറന്ന് ശപിക്കും. മോദിയെ വെട്ടാനാകില്ല, എതിർത്ത് നിന്നാൽ സർവനാശം എന്നിങ്ങനെ ഒരു വിശ്വഗുരുവായി BJP പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുള്ള ആളാണ് മോദി. തന്റെ വ്യാമോഹങ്ങൾ പ്രവചനങ്ങൾ എന്ന പോലെ പറഞ്ഞ് എതിർപ്പുകൾ വാരിക്കൂട്ടുകയാണ്. അങ്ങനെ സ്വയം രാമനാണെന്ന് കരുതി ജീവിക്കുന്ന മോദിയോട് പ്രിയങ്കയുടെ ഒറ്റ ചോദ്യം: മോദി, നിങ്ങൾ ജോത്സ്യനാണോ എന്ന്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 400 സീറ്റ് നേടുമെന്നും UPയിൽ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടും എന്നായിരുന്നു മോദിയുടെ അഭിപ്രായം. UPയിലെ ജനങ്ങൾ രാജവംശ രാഷ്ട്രീയം അംഗീകരിക്കില്ല എന്നും നെഹ്റു കുടുംബത്തെ പരോക്ഷമായി വിമർശിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനെതിരെയായിരുന്നു പ്രിയങ്ക രംഗത്തേക്ക് ഇറങ്ങിയത്. അത് പറയാൻ മാത്രം മോദി ജോത്സ്യനാണോ എന്ന്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ എന്താണ് ചെയ്തതെന്ന് പരിശോധിക്കുക, കോൺഗ്രസ് ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ജനങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കണം എന്നും പ്രിയങ്ക പറഞ്ഞു. ഭരണഘടന മാറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നവരിൽ നിന്നും ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കും. 2 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയും കിഷോരി ലാൽ ശർമ്മയും വൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലേക്ക് എത്തും. ഈ 2 മണ്ഡലങ്ങളിലും ജനങ്ങൾക്ക് കോൺഗ്രസുമായുള്ള ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണ്. ഓരോ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലും ഇത് പാർട്ടിക്ക് ഉൾക്കൊള്ളാനാകും. സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ച് മാത്രമാണ്, അല്ലാതെ ഈ മണ്ഡലവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. അമേഠിയിലുള്ള ജനങ്ങളുമായി അവർക്ക് ആത്മബന്ധമുണ്ടാക്കാൻ 40 വർഷത്തോളം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. കൂടാതെ രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റത്തെയും ഇതുവരെയായി നടപ്പിലാക്കിയ നയങ്ങളെയും അഭിസംബോധന ചെയ്ത ഒരു തിരഞ്ഞെടുപ്പിലെങ്കിലും പോരാടാൻ നരേന്ദ്രമോദിയെ പ്രിയങ്ക വെല്ലുവിളിച്ചു. അമേഠിയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു പ്രിയങ്കയുടെ വെല്ലുവിളി. പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് പൊതുജനങ്ങളോട് പറയൂ എന്നും മോദിയോട് ആവശ്യപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഒന്നും ചെയ്യാത്തതിനാൽ പറയുവാനും ഒന്നും ഉണ്ടാകില്ല എന്നും കുറ്റപ്പെടുത്തി. ഈ രാജ്യത്തെ ഭരിക്കുന്ന രാഷ്ട്രീയം നുണകളുടെ രാഷ്ട്രീയമാണ് എന്നതാണ് സത്യം. അവർ കള്ളം പറയുന്നു, എല്ലായിടത്തും പോകുന്നു. ഹിന്ദു മുസ്ലിങ്ങളും ഇപ്പോൾ ബോധവാന്മാരാകണം. നിങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പേരിൽ വോട്ട് തേടുന്ന അവർ പക്ഷേ ദൈവത്തിന്റെ പേരിൽ ജോലി ചെയ്യുന്നില്ല, പ്രിയങ്ക കൂട്ടിച്ചേർത്തു. ദൈവമെന്ന ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ എന്റെ പേരിൽ വോട്ട് ചെയ്യരുതെന്ന് പറയുമായിരുന്നു എന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞിരുന്നു. പകരം നിങ്ങളുടെ നേതാവായി നിങ്ങൾക്കായി എന്താണ് ചെയ്തതെന്ന് ചോദിക്കാൻ ദൈവം ആവശ്യപ്പെടുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി മോദി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെയും അതേ റാലിയിൽ പ്രിയങ്ക ഗാന്ധി വിമർശിച്ചിരുന്നു. BJPയുടെ ചരിത്രവും ഒന്നു തന്നെയാണ്. വലിയ വാഗ്ദാനങ്ങൾ, പക്ഷേ ഭൂമിയിൽ ഒന്നുമില്ല. നരേന്ദ്രമോദി വലിയ വാഗ്ദാനങ്ങൾ നൽകി. 2 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്നും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ എന്റെ സഹോദരിമാർക്ക് വിലക്കയറ്റം നേരിടാൻ കഴിയുന്നില്ല എന്നതാണ് സത്യമെന്നായിരുന്നു പ്രിയങ്കയുടെ വാക്കുകൾ. കൃഷിയിൽ നിന്നുമുള്ള വരുമാനം കൊണ്ട് കുടുംബം നോക്കാൻ കഴിയില്ല എന്ന് കർഷക സഹോദരങ്ങൾക്കറിയാമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരിഹസിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വളരെ വലിയ വാക്കുകളും വാഗ്ദാനങ്ങളും വെല്ലുവിളികളുമാണ് നടത്തിയിരിക്കുന്നത്. മെയ് 20-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ അമേഠിയിൽ വോട്ടെടുപ്പ് നടക്കുക.